എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വാല്യുവേഷൻ എപ്പോഴാണ് നടത്തുക, അതുപോലെ എങ്ങനെയാണ് വാല്യുവേഷൻ നടത്തുന്നത്, അതായത് വാല്യുവേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വാല്യുവേഷനെ കുറിച്ച് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് വാല്യുവേഷൻ? അതായത് നിങ്ങളുടെ പേപ്പർ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കും എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് വാല്യുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചോദ്യത്തിനനുസരിച്ചിട്ടുള്ള പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആ ഒരു സ്കോർ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം 40 മാർക്കിൻ്റെ വിഷയങ്ങൾ, അതായത് നിങ്ങൾക്ക് 7 സബ്ജക്റ്റുകളാണ് 40 മാർക്കിൽ വരുന്നത്. ബാക്കി 3 സബ്ജക്റ്റുകൾ വരുന്നത് 80 മാർക്കിലാണ്. ഇംഗ്ലീഷും സോഷ്യൽ സയൻസും ഗണിതശാസ്ത്രവുമാണ് 80 മാർക്കിൽ വരുന്നത്. അപ്പോൾ ബാക്കി എല്ലാ വിഷയങ്ങളും 40ലാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് 40ൽ വരുന്ന സബ്ജക്റ്റിൽ ആകെ 50 മാർക്കാണ് വരിക. 40 മാർക്ക് എഴുത്ത് പരീക്ഷയും അതുപോലെ 10 മാർക്ക് CE മാർക്കും, ടോട്ടൽ 50ൽ നിങ്ങൾക്ക് A+ കിട്ടാനായിട്ട് നിങ്ങൾക്ക് 45 മാർക്ക് CE ഉൾപ്പെടെ വാങ്ങിക്കണം. അതുപോലെ തന്നെ 45 അതിന് മുകളിലോ കിട്ടിയാൽ A+ ഗ്രേഡാണ് കിട്ടുക. ജയിക്കണം എന്നുണ്ടെങ്കിൽ 15 മാർക്ക്, അതായത് 10 മാർക്ക് CEയും 5 മാർക്ക് എഴുത്ത് പരീക്ഷയിലും കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് പാസ്സാകും, അതായത് D+ കിട്ടിയിട്ട് പാസ്സാകുന്നതാണ്. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 20 മാർക്ക് CEയും ഉൾപ്പെടെ ടോട്ടൽ 100ലാണ് വരിക. അപ്പോൾ 100 മാർക്കിൽ നിങ്ങൾക്ക് 90 മാർക്കോ അതിന് മുകളിലോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ ഗ്രേഡാണ്. അതുപോലെ 30 മാർക്ക് ലഭിച്ചാലാണ് D+ കിട്ടി ജയിക്കുക. അതായത് 20 മാർക്ക് CE കിട്ടുകയാണെങ്കിൽ 10 മാർക്ക് എഴുത്ത് പരീക്ഷയിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ D+ ഗ്രേഡോടുകൂടി ആ ഒരു സബ്ജക്റ്റ് പാസ്സാവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വാല്യുവേഷൻ എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളത് നോക്കാം. വാല്യുവേഷൻ ആരംഭിക്കുന്നത് ഏപ്രിൽ 3-ാം തീയതി മുതൽ ഏപ്രിൽ 20-ാം തീയതി വരെയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ക്യാമ്പുകളിലായിട്ടാണ്, അതായത് 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു വാല്യുവേഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേപ്പർ, അതായത് വിഷയങ്ങളുടെ ടീച്ചേഴ്സാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉത്തരസൂചിക തയ്യാറാക്കും. ഉത്തരസൂചിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ആൻസർ ചെയ്തിട്ടുള്ളതിൽ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഏത് പോയിൻ്റ് ലഭിച്ചാലാണ് നിങ്ങൾക്ക് ഈ ഒരു അതായത് ഏത് പോയിൻ്റ് നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻസിൽ, അതായത് ആൻസേഴ്സിൽ ഉണ്ട് എങ്കിലാണ് നിങ്ങൾക്ക് മാർക്ക് തരാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഉത്തരസൂചിക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉത്തരസൂചികയിൽ നിങ്ങൾക്ക് ആ ഒരു അതായത് ക്വസ്റ്റ്യൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉള്ള, അതായത് ഈ ഒരു പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് തരാം, ഇത്ര മാർക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ ഒരു ഉത്തരസൂചിക എന്ന് പറയുന്നത്. അപ്പോൾ അതത് ക്യാമ്പുകളിൽ നിന്ന്, അതായത് നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യാനുള്ള ക്യാമ്പുകളിൽ നിന്ന് അധ്യാപകർ ഒരു മീറ്റിംഗ് നടത്തിയിട്ട് അതിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസിന്, അതായത് ഏതൊക്കെ ആൻസേഴ്സ്, അതായത് ഏതൊക്കെ പോയിൻറ്റ്സ് എഴുതിയാലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് നൽകാൻ, അതായത് ആൻസേഴ്സ് അല്ല മാർക്ക് നൽകുക എന്നുള്ള കാര്യം തീരുമാനിക്കും. അതായത് നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസേഴ്സിൽ നിശ്ചിത പോയിൻറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു എഴുതിയ ആൻസറിന് ഇത്ര പോയിൻ്റ് വീതം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറാക്കുന്നതാണ് ഉത്തരസൂചിക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഓരോ ക്വസ്റ്റ്യൻസിനും ഇന്ന ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന പോയിൻ്റ് നിങ്ങളുടെ ആൻസറിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക്, അതായത് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത്ര മാർക്ക് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഉത്തരസൂചികയിൽ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ അത് അനുസരിച്ച് കൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് തരിക. അതായത് ഉത്തരസൂചികയിൽ ഒരു നിശ്ചിത പോയിൻ്റ് ഉണ്ട്, ആ ഒരു പോയിൻ്റ് നിങ്ങൾ എഴുതിയ ആൻസറിലും ഉണ്ട്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാർക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യും. അപ്പോൾ വാല്യുവേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടും എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യും. അതായത് നിങ്ങൾക്ക് ആദ്യം ഒരു ടീച്ചറാണ് നിങ്ങളുടെ പേപ്പർ ചെക്ക് ചെയ്യുക. അപ്പോൾ ചെക്ക് ചെയ്ത് അതായത് പെൻസിൽ കൊണ്ടായിരിക്കും നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുക. കാരണം അത് മാറ്റിയ ശേഷം അടുത്ത ടീച്ചർക്ക് വീണ്ടും അത് വാല്യുവേഷൻ ചെയ്യുന്നതിനായിട്ട് നൽകും. അപ്പോൾ ഈ ഒരു രീതിയിൽ ആദ്യം നിങ്ങളുടെ വാല്യുവേഷൻ ചെയ്ത ടീച്ചർ ചെക്ക് ചെയ്ത് നിങ്ങൾക്കൊരു നിശ്ചിത മാർക്ക് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മാർക്ക് സിസ്റ്റത്തിലേക്ക്, അതായത് ടാബുലേഷൻ വർക്കായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങളുടെ ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു പോർഷൻ, അതായത് ആദ്യത്തെ ടീച്ചർ ഇട്ട മാർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗം കീറിയിട്ട് പുതുതായിട്ട് മറ്റൊരു
ആ ഒരു എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് രേഖപ്പെടുത്താനുള്ള ആ ഒരു ഭാഗം അതിൽ ആഡ് ചെയ്തുകൊണ്ട് അടുത്ത ടീച്ചർക്ക് അത് വാല്യുവേഷൻ ചെയ്യാൻ കൊടുക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ വാല്യുവേഷൻ ചെയ്തുകൊണ്ട് വീണ്ടും രണ്ടാമത്തെ ടീച്ചർ നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്ത ശേഷം ആദ്യം വാല്യുവേഷൻ ചെയ്ത ടീച്ചറും അതുപോലെ രണ്ടാമത്തെ വാല്യുവേഷൻ ചെയ്ത ടീച്ചേഴ്സും നൽകിയിട്ടുണ്ടായിരുന്ന മാർക്ക് തമ്മിൽ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് 10% മാർക്കിൻ്റെ വ്യത്യാസം അതിൽ വരികയാണെങ്കിൽ മൂന്നാമതായിട്ട് ഒരു ടീച്ചർ വാല്യുവേഷൻ ചെയ്യും. അപ്പോൾ അങ്ങനെ വാല്യുവേഷൻ ചെയ്ത് മൂന്നാമത് വാല്യുവേഷൻ ചെയ്ത് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നു അതായിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് കണക്കാക്കുക. അതുപോലെ തന്നെ രണ്ട് ടീച്ചേഴ്സും വാല്യുവേഷൻ ചെയ്തത് 10% മാർക്ക് വ്യത്യാസം ഇല്ല എങ്കിൽ അതിൽ ആര് ഇട്ട മാർക്കാണോ കൂടുതൽ മാർക്കുള്ളത് ആ ഒരു മാർക്കാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു പേപ്പർ വാല്യുവേഷൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ വാല്യുവേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു നിശ്ചിത മാർക്ക് കിട്ടും. അപ്പോൾ ആ ഒരു മാർക്കിനെ ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർക്കോ മറ്റോ ഉണ്ട് എങ്കിൽ അത് ആഡ് ചെയ്ത് നൽകും. അപ്പോൾ അത് ആഡ് ചെയ്ത ശേഷമായിരിക്കും അതിനെ ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുക. അപ്പോൾ ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് എങ്കിൽ ഗ്രേസ് മാർക്ക് 90% മാർക്ക് ആകുന്നത് വരെയാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 80 മാർക്കിൻ്റെ വിഷയത്തിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 20 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 100 മാർക്കിൽ 90 മാർക്കാണ് A+ കിട്ടാനായിട്ട് വേണ്ടത്. 90 മാർക്കോ അതിന് മുകളിലോ കിട്ടിയാൽ A+ കിട്ടും. പക്ഷെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായത് ഒരു 88 മാർക്കാണ് എന്ന് കരുതുക. അപ്പോൾ 2 മാർക്കിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം ആ ഒരു ഗ്രേസ് മാർക്ക് കൂടി ആഡ് ചെയ്യും. ഗ്രേസ് മാർക്ക് 2 മാർക്ക് കൂടി ആഡ് ചെയ്യും. അതിനുശേഷം 90 ആക്കിയിട്ട് അതിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് A+ ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് മാറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് 90% മാർക്ക് ആകുന്നത് വരെയാണ് നിങ്ങൾക്ക് എത്ര മാർക്ക് ഗ്രേസ് മാർക്കുണ്ട് ആ ഒരു മാർക്കിനെ ആഡ് ചെയ്യപ്പെടുക. അപ്പോൾ അതിനുശേഷം പിന്നീട് അടുത്ത സബ്ജക്റ്റുകളിൽ A+ ഉണ്ടോ അല്ലെങ്കിൽ ഏത് ഗ്രേഡാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് നൽകപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 1-2 മാർക്കിൻ്റെ വ്യത്യാസം വരുന്ന സാഹചര്യത്തിൽ A+ നഷ്ടപ്പെടുന്ന സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് 1-2 മാർക്ക് അത് നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന ടൈമിൽ തന്നെ അത് ആഡ് ചെയ്ത് നൽകും. അതല്ലെങ്കിൽ ടാബുലേഷൻ ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് 1 മാർക്കൊക്കെ കുറവുണ്ടെങ്കിൽ ആ ഒരു 1 മാർക്കൊക്കെ തന്നിട്ട് അതിനെ A+ ഗ്രേഡിലേക്ക് മാറ്റുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്ത ശേഷം അവസാനം ടാബുലേഷൻ വർക്കുകളും കംപ്ലീറ്റ് ചെയ്യും. ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്ന മാർക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ ചെക്ക് ചെയ്ത ശേഷം അവസാനം നിങ്ങൾക്ക് അതായത് എത്ര മാർക്കാണ് കിട്ടിയുള്ളത് അതിനെ ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് ഏത് ഗ്രേഡാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിനും എത്ര മാർക്ക് വീതം തന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതല്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഗ്രേഡ് അറിയാൻ ഗ്രേഡ് മാത്രമേ ഗ്രേഡിംഗ് സിസ്റ്റത്തിലായതുകൊണ്ടാണ്, അതായത് SSLC വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഗ്രേഡിംഗ് സിസ്റ്റത്തിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് അറിയാൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷിച്ചാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്താൽ പോലും നിങ്ങൾക്ക് എത്ര മാർക്കാണ് ടീച്ചേഴ്സ് തന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞിട്ടുള്ള, അതായത് ഏതെങ്കിലും ഒന്ന് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ള ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതിൽ 2 ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. അതായത് ഏതെങ്കിലും ഒന്ന് മാത്രമേ എഴുതേണ്ടതുള്ളൂ, പക്ഷേങ്കിൽ 2ഉം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സ് അത് ഏതാണോ കറക്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് മാർക്ക് തരിക. അപ്പോൾ ചില ടീച്ചേഴ്സ് ആദ്യം എഴുതിയത് ഏതാണോ അതിനനുസരിച്ച് ആദ്യം എഴുതിയത് മാത്രമാണ് പരിഗണിക്കുക, രണ്ടാമത് എഴുതിയത് പരിഗണിക്കില്ല. അതേസമയം ചില ടീച്ചേഴ്സ് നിങ്ങൾ എഴുതിയതിൽ ഏതിനാണോ കൂടുതൽ മികച്ച മാർക്ക് ലഭിക്കുക ആ ഒരു മാർക്കായിരിക്കും പരിഗണിക്കുക, അതായത് ആ ഒരു ആൻസേഴ്സ് ആയിരിക്കും പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. കാരണം നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് തരാൻ സാധിക്കുമോ അത്രയും മാർക്ക് ടീച്ചേഴ്സ് തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ എന്തെങ്കിലും കാരണവശാൽ വിദ്യാർത്ഥികൾ SSLC ഫെയിൽഡ് ആവുകയാണെങ്കിൽ SSLC സേ പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.